എല്ലാവർക്കും നമസ്കാരം. ബിനീഷ് ബാസ്റ്റിൻ, അനസ് പാനാവല്ലി, ഈ വിഷയമാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ നടന്നൊരു വിഷയമാണ്, പക്ഷെ അതിപ്പോൾ യൂട്യൂബിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 2 വ്യക്തികളിൽ ഒരാളൊരു നടനാണ്. ബിനീഷ് ബാസ്റ്റിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സിനിമാ താരമാണ്, സ്റ്റാർ മാജിക് പോലുള്ള പ്രോഗ്രാമുകളിൽ ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പുറത്ത് അനസ് പാനാവല്ലി ഒരു ചാരിറ്റി പ്രവർത്തകനാണ്. തന്റെ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം തെരുവിലെ അന്തിയുറങ്ങുന്ന പാവങ്ങൾക്ക് ചോറ് വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ വെള്ളം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ. തന്റെ വരുമാനത്തിനൊപ്പം തന്നെ ഈ ഒരു കാര്യം, അത് അദ്ദേഹത്തിന്റെ പാഷനാണ്, ഈ ചാരിറ്റി ചെയ്യാന്ന് പറയുന്നത്. പല ആൾക്കാരും അതിന്റെ പേരിൽ കളിയാക്കാറുണ്ട്. കാരണം നിന്റെ കുടുംബം നോക്കിയിട്ട് പോരെ ചാരിറ്റി ചെയ്യാൻ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് ആർക്കും അതിലൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല. കടം വാങ്ങാത്ത മനുഷ്യരില്ല, കടം കൊടുക്കാത്ത മനുഷ്യരില്ല. പക്ഷെ നമ്മൾ വാങ്ങുന്ന കാശ് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരോട് പറയാനുള്ളൊരു മര്യാദ കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇവിടെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ അനസ് പാനാവല്ലിയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാര്യം, അദ്ദേഹത്തിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അദ്ദേഹത്തിന് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വിഷയം തുടങ്ങി വെച്ചത് അനസ് പാനാവല്ലി തന്നെയാണ്. അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ബിനീഷ് ബാസ്റ്റിന്റെ ബർത്ത്ഡേക്ക് ഇട്ട ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഈ ബന്ധത്തിന്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും. എന്റെ പ്രിയ സഹോദരൻ ബിനീഷ് ബാസ്റ്റിന് 1000 പിറന്നാൾ ആശംസകൾ. ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ, ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബിനീഷിനെ അറിയുന്ന ആൾക്കാർ, അദ്ദേഹം ഒരു കലാകാരനാണ്, ഒരു സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാവും. ആ കോൺടാക്റ്റുള്ള ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. ഇവരുടെ സൗഹൃദം അറിയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് ഇടുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ഇവരുടെ സൗഹൃദങ്ങൾക്കിടയിൽ ഇതൊരു ചർച്ചാ വിഷയമായി. അങ്ങനെ ബിനീഷിന് ഒരു പോസ്റ്റ് ഇടാൻ ബിനീഷ് നിർബന്ധിതനായി. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. ബിനീഷിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടെസ്റ്റും മുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വലിയൊരു തുക കടമായി മേടിച്ചു. പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് വീണ്ടും 2 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചു എന്ന്. പിന്നീട് എന്റെ കല്യാണ ആവശ്യങ്ങൾക്കായി നിരവധി തവണ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ മടുത്തു. അതിനുശേഷം 90% പൈസ തന്നു. ആലോചിക്കണം, 90% പൈസ കൊടുത്തു. വലിയൊരു തുക എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ എന്തായിരിക്കും വിചാരിക്കുക? ലക്ഷക്കണക്കിന് രൂപയുണ്ടാവും, ഒരു 5 ലക്ഷം രൂപയായിരിക്കും മേടിച്ചത്. കാരണം ഈ അനസ് പാനാവല്ലിയുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ട്, കയറി താമസം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ ആ പൈസ, അതിന് വേണ്ടിയുള്ള പൈസ മേടിച്ചതായിരിക്കും എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുക. കാരണം വലിയ തുക കടമായിട്ട് മേടിച്ചു എന്ന് പറയുമ്പോൾ വാങ്ങിച്ച എമൗണ്ട് 30,000 രൂപ വലിയ തുക തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, വലിയ തുക തന്നെയാണ് 30,000 രൂപ. എങ്കിലും ആൾക്കാരുടെ മനസ്സിലേക്ക് അത് ലക്ഷം എന്ന ഫിഗറിലേക്ക് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അതിനുശേഷം 90% പൈസ തന്നു. 30,000 രൂപയിൽ 20,000 രൂപയും തിരിച്ചു കൊടുത്തു. ഓക്കെ, ആദ്യത്തെ 3 മാസത്തെ അവധി പറഞ്ഞു. ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. ഒരു 1-2 മാസം സമയം കൂടെ തരണമെന്ന് പറഞ്ഞപ്പോൾ, എന്നാ പിന്നെ നീ നിന്റെ ഓട്ടോറിക്ഷ വീട്ടിൽ കൊണ്ടിട്ടേക്ക് എന്നാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ബിനീഷ് അനസിനോട് പറഞ്ഞത്, നിങ്ങളുടെ ഓട്ടോറിക്ഷ വീട്ടിൽ കൊണ്ടിട്ടേക്ക്, ഉപജീവന മാർഗ്ഗമാണ്. സോ അത് ഒരു കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടായ വിഷമം, അതൊക്കെ കൊണ്ടായിരിക്കാം ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ, അല്ലെങ്കിൽ അതിനുശേഷം ഒരു തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആയത്. അതിന് അനസ് പാനാവല്ലി പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്: ബിനീഷ് ഇതിനിടയ്ക്ക് ഒന്നും എന്നെ വിളിച്ചിട്ട് 5,000 രൂപ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾ ആ ഓഡിയോ കേട്ടതിന് ശേഷം വേണം നമുക്കിത് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബാക്കി പോസ്റ്റോട് വായിക്കാം. 90% പൈസ തിരിച്ചു തന്നു. ഞാൻ സുഹൃത്ത് എന്ന നിലയിൽ സഹായിച്ചതാണ്. ഞാൻ പലിശയ്ക്ക് കൊടുത്ത പൈസയല്ല. ലോട്ടറി അടിച്ചാൽ പോലും കടം മേടിച്ച പൈസ തിരിച്ചു തരാത്ത ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇനിയും എന്റെ കാശ് തരാനുണ്ട്. ഞാനും അധ്വാനിച്ച് തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത്. നുണ പറഞ്ഞ് കാശ് മേടിച്ചതാണ് ഈ സൗഹൃദം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം. ആദ്യം ബാക്കി തരാനുള്ള പൈസ തന്നിട്ട് പഴയ സൗഹൃദം പുതുക്കാം. 23-ാം തീയതിയോടുകൂടി ആ 5,000 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരുടെ പൈസ ഇടപാടുകൾ അദ്ദേഹം തീർത്തിട്ടുണ്ട്. അനസ് പാനാവല്ലി തീർത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അനസ് പാനാവല്ലിയുമായിട്ട് സംസാരിച്ച് ഈ പോസ്റ്റുകൾ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ വേർഷൻ എന്നോട് ഇങ്ങോട്ടും പറഞ്ഞു. ഇതിനകത്ത് ഞാൻ തുറന്നു പറയട്ടെ, 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അനസ് പാനാവല്ലി ആ ഒരു പോസ്റ്റ് ഇട്ടു, അത് അദ്ദേഹത്തിന്റെ ബുദ്ധിമോശം, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തൊരു തെറ്റ് തന്നെയാണ്. ഇങ്ങനൊരു വിഷ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബന്ധത്തിന്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്യുമ്പോൾ ഇവരറിയുന്ന ആൾക്കാർ അത് ചോദ്യം ചെയ്യും. ബിനീഷിനോട് ചോദിച്ചിട്ടുണ്ടാവും, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ പ്രശ്നമുണ്ടോ? നിരന്തരം ചോദ്യം വരുമ്പോൾ ആ പ്രശ്നത്തിന്റെ കാരണം പറയാൻ ബിനീഷ് നിർബന്ധിതനാവും. നമുക്ക് ബിനീഷിന് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ വാങ്ങിച്ചാൽ സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മനുഷ്യന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും കടം മേടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പൈസയാണ്, കടമാണ് ഏറ്റവും വലിയ ശത്രു. സൗഹൃദങ്ങൾ തെറ്റിക്കാൻ കാരണം പലപ്പോഴും കടങ്ങൾ മേടിക്കുന്നതും കൊടുക്കുന്നതും തന്നെയാണ്. നമുക്ക് ആ ഓഡിയോ ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ നമ്മുടെ ബിനീഷ് ബാസിനുമായിട്ട് ഒരു 6-7 വർഷത്തെ ബന്ധമുള്ളത്. ബന്ധം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളൊരു ജ്യേഷ്ഠ സഹോദരന്മാരെ പോലത്തെ ഒരു ബന്ധമായിരുന്നു. അപ്പൊ ആ ബന്ധത്തിന് ഒരു വിള്ളല, ഒരു ഓട്ടോ, ഒരു സംഗതിയ നിലവിലുണ്ടായിട്ടില്ല. മൂപ്പരുമായിട്ട് എനിക്ക് നിലവിൽ ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായത് കൊണ്ടിട്ടാണ് ഇത്തരത്തിൽ ഒരു വാർത്തയും സംഗതിയൊക്കെ ഇപ്പൊ കേൾക്കാൻ ഇടയായത്. പുള്ളിക്കാരുമായിട്ടേ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലും ഒക്കെ പോയി ഇടപെട്ട് രാവിലെ എറണാകുളത്ത് വരും. 3 മണി വരെ എന്റെ കൂട്ടത്തിലുണ്ടാവും. ഒരു വലിയ ഫെയിമൊക്കെ ഉണ്ടാകണതിന് മുമ്പ് അങ്ങനെ ജീവിച്ചിട്ട് ആളുകളാണ്, ഭയങ്കര സൗഹൃദമായിട്ട്. പുള്ളിയുടെ എന്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം കുറെ ബാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മൂപ്പരോട് ഒരു 30,000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പൈസ വാങ്ങണത് എന്റെ വീട്ടിലെ എന്റെ ഭാര്യക്ക്, എന്റെ മക്കൾക്ക്
പിന്നെ എന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയായിരുന്നു പൈസ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് തരാം പൈസ മതി. അപ്പൊ ഈ ഇത്ര കാലയളവില് നമ്മൾ ചാരിറ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റാവശ്യത്തിനോ പുള്ളിയോട് പൈസ വാങ്ങിയിട്ടില്ല പുള്ളിക്കാരനായിട്ട്. അപ്പൊ പുള്ളിക്കാരൻ പൈസ തന്നു. അപ്പൊ 3 മാസം ആകുമ്പോ അപ്പൊ ഇത് ഓഗസ്റ്റിലാണ് ഞാൻ ഈ പൈസ വാങ്ങണത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 2025 കേട്ടാ. എന്റെ വീട് പണി നടക്കുമ്പോ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലാണ് പൈസ തിരിച്ചു കൊടുക്കേണ്ടത്. നവംബറിൽ ഞാൻ മൂപ്പരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രോ മറ്റേ പൈസ ആയിട്ടില്ല കേട്ടാ, അപ്പൊ എനിക്ക് ഇത്തിരി സാവകാശം തന്നെ എന്ന് പറയും. അപ്പൊ പുള്ളി എടുക്ക പറഞ്ഞ വർത്താനം അന്ന് ആ വണ്ടി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടിട്ട് വൈകുന്നേരം ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞോ? പറഞ്ഞു ഫസ്റ്റ് അതാ പറയണം. അപ്പൊ എനിക്ക് അതൊരു ഭയങ്കര വിഷമം കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രോ അങ്ങനെ അത് പറയല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ജീവിക്കണത്, അത് നിങ്ങൾക്ക് അറിയാല. കുറച്ച് അവകാശം കൂടി തന്നാൽ ഞാൻ വീട് പണിക്ക് വിട്ടിട്ട് ഒരു രൂപ ഇല്ലാതെ ഞാൻ വീട് പണി തുടങ്ങിയത്. നിങ്ങൾക്ക് അറിയാല. അപ്പൊ അങ്ങനെ ആകെ പെട്ടിട്ട് 5-6 ലക്ഷം രൂപ കടയുണ്ട്. പുള്ളിക്കാരന്റെ ധാരണ എനിക്ക് 10 പൈസ കടയില്ല, ഞാൻ ഭയങ്കര കാശിന്റെ ഉണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നട്ടാ. അല്ല, ആളെന്ത് വിചാരിച്ചു എന്നുള്ളതല്ലല്ലോ. നമ്മൾ കാശ് മേടിച്ചാൽ നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വിനീഷ്, അപ്പൊ പുള്ളിക്കാരൻ അറിയാം വിഷയം. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഞാൻ പൈസ ഇപ്പൊ തന്നെ ഇട്ട് തരാം, ഞാൻ വിനീഷ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അപ്പോൾ അടുത്ത ആഴ്ച എനിക്ക് നല്ലൊന്നു. അപ്പൊ അടുത്ത ആഴ്ച ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റൂലായിരിക്കും. അപ്പൊ ഞാൻ അത് വേണ്ട, ഞാൻ ബിനീഷിനോട് ഞാനോട് സംസാരിക്കേണ്ട പോലെ ഞാൻ ബിനീഷിനെ ഒരു 1-2 മാസം അവകാശം കൂടി തന്നെ ഞാൻ കാശ് തരാൻ കേട്ടാ. അപ്പൊ അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഡേറ്റിന് മുമ്പ് രണ്ടാമത് പറഞ്ഞ ഡേറ്റിന് മുമ്പ് ഞാൻ 25,000 രൂപ മൂപ്പരിക്ക് കൊടുത്തതാ. എന്നുവെച്ചാൽ അത് കൊടുക്കുമ്പോ ഞാൻ 30,000 രൂപ വാങ്ങി 25,000 5,000 രൂപ ഞാൻ തരാന്ന്. അതിനുശേഷം ഞാനും ബിനീഷും തമ്മിൽ ഈ സാമ്പത്തികമായ ഇടപാട് അങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്റെ വീടിന്റെ പെരവാസ്തോലിക്ക് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്, എറണാകുളത്ത് വന്ന് നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച ഒരു വർത്താനം ഒരു സംഗതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് കാശ് കൊടുക്കാൻ ചോദിക്കും. അതില്ല, നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോ നമുക്ക് അവര് നമുക്ക് പറയും. പിന്നെ നമ്മൾ പൈസ കടം വാങ്ങണത് നമുക്ക് ഏറ്റവും ബന്ധമുള്ള ആളുകളല്ല വാങ്ങണത്. അല്ലാതെ ഒരു ബന്ധുവില്ലാത്ത ആൾക്കാരുടെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇതാണ് എന്റെ ആകത്തുക. അതിനുശേഷം ഈ കുറെ ഒരു 18 മാസത്തിനിടയിൽ എന്നെ ഇതുവരെ വിളിക്കുകയെ പൈസ ചോദിക്കുകയെ അല്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടായി ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ ചോദിക്കാതിരുന്നത് പുള്ളിയുടെ മര്യാദ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റിന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അത് ആളുടെ മര്യാദ ചോദിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ 5,000-ന്റെ പേര് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വിനീഷ് നമ്മളെ സുഹൃത്താ, നമ്മൾ പറ്റിച്ചു വാങ്ങുന്ന മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, ഞാനൊരു സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ജീവിതമാണ്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് എനിക്കൊരു വീട് വെക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മുടെ പഴയ വീട് ഇടിഞ്ഞു വീണ് വെള്ളത്തിൽ കിടന്ന് അത് എല്ലാവർക്കും എന്നറിയാവുന്നതും ഒരുമായിപ്പെട്ട ആൾക്കാർക്ക് മുഴുവൻ അറിയാവുന്നതല്ല. ആ 9-10 വർഷക്കാലം SLC എഴുതുന്ന പോലും വെള്ളത്തിൽ കസേരയിൽ പഠിക്കണത് അത്തരം ദീർഘസ്ഥിരമായിട്ടില്ലേ. അപ്പൊ അത് പൊളിക്കാൻ കാശുണ്ടായിട്ടല്ല. എനിക്കൊരു പരിചയമുള്ള വീട് നീ പൊളിച്ചോ, നീ വാടക താമസിച്ചോ, വീട് ഞാൻ തറ ഞാൻ കെട്ടിത്തരാം, അത് ഞാൻ ചെയ്തു തരാന്നൊക്കെ ഒരു പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു. അത് എന്റെ സുഹൃത്തിനാണ് കൂടിയാ പറഞ്ഞത്. അത് വിശ്വസിച്ചാണ് പൊളിച്ച് ആ പൊളിച്ച വീട് 2 വാടക കിട്ടും. 2 വാടക കിടക്കുമ്പോൾ 1 മാസം 10,000 വെച്ചിട്ടാണ് വാടക കൊടുക്കണം. അപ്പൊ വാടക കൊടുക്കലും നമ്മുടെ വീട്ടിലെ ചെലവും ഇതെല്ലാം കൂടി ആകെ അയക്കുന്ന സമയത്താണ് ഈ വീട് വെച്ച് വന്നത്. അപ്പൊ ഒരുപാട് പേരുടെ ചേർത്ത് ഇപ്പോൾ ആ വീട് ഉണ്ടായത്.
അല്ലാതെ ബിനീഷുമായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു മോശം പുള്ളിയോട് അല്ല, ഇതിനകത്ത് എനിക്ക് ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് ബിനീഷ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ബിനീഷിനെ ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല. അനസിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ഓക്കെ, അത് അനസിക്ക അംഗീകരിക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയുവാണ്. ബിനീഷ് ഇതുവരെയും അങ്ങനൊരു എന്താ പറയാ, ഇങ്ങനെ പൈസ ഒരാൾ തരാനുണ്ട്, എനിക്ക് പറ്റിച്ച് നടക്കുകയാണ്, അങ്ങനൊന്നും എവിടെയും പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ബിനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വന്നത് എപ്പോഴാണ്? ബിനീഷിന്റെ ബർത്ത്ഡേക്ക് അനസിക്ക ഇട്ടൊരു പോസ്റ്റ് ആണല്ലോ. എന്താ ബന്ധങ്ങളുടെ വില അറിയുന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ പോസ്റ്റുകൾ ഇടത്തില്ല, അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ബിനീഷ് ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ അയാളൊരു സാധാരണക്കാരനാണ്, അയാളും കഷ്ടപ്പാടിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. എന്നാലും ഇപ്പൊ അയാൾ നിൽക്കുന്നത് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ലെവലിലാണല്ലോ, കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒരാളുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ ബന്ധങ്ങളുടെ വില അറിയും സാറിന്. അതിന് കാരണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് എപ്പോഴും ബിനീഷിനെ നിങ്ങളുടെ വണ്ടിക്കകത്ത് കാണാൻ പറ്റാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബിനീഷിന്റെ ബർത്ത്ഡേ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നു, നിങ്ങൾ ബന്ധങ്ങളുടെ വില അറിയും, എന്റെ പ്രിയ സഹോദരന് എന്താ ജന്മദിനാശംസകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം ബിനീഷിന് മുമ്പിലേക്ക് പോകും. എന്തുകൊണ്ട് അനസ് അങ്ങനെ ഇട്ടു? അത് ഒരുപാട് പേര്, 1-2 പേരായിരിക്കില്ല ചിലപ്പോൾ ബിനീഷിനോട് ചോദിക്കുന്നത്. നിരന്തരമായിട്ട് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നിരന്തരമായിട്ട് ചിലപ്പോൾ ആ ചോദ്യം ബിനീഷിന് നേർക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ അതിന് എല്ലാവരോടും മറുപടി പറയാൻ മടിച്ചായിരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് തന്നെ ബിനീഷും അത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു മറുപടി തന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ കാര്യം, ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ല, അതിനകത്ത് ഞാൻ അതിനകത്ത് എഴുതിയത് ഞാൻ നമ്മുടെ സഹോദരനും ഒരു നാൾ തിരിച്ചറിയുന്ന അങ്ങനെയല്ല. അതിനകത്ത് വേറൊരു സൈഡും കൂടി ഉണ്ട്. കാര്യം നിങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദമായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാണ്, നിങ്ങൾ എന്തെങ്കിലും ബന്ധങ്ങളുടെ വില അറിയും എന്ന്, ഈ ബന്ധത്തിന്റെ വില അറിയും എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് ചോദ്യം ചെയ്യപ്പെടും. ബിനീഷ് നേരെ ചോദ്യം വരും. ബന്ധങ്ങളുടെ വില അറിയും എന്നപ്പോ അത്രത്തോളം സ്നേഹം ഉണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ അതിനകത്ത് കാണിച്ചത്. ഓക്കെ ഓക്കെ, നഷ്ടപ്പെടുമ്പോ അതിന്റെ വേദന എന്താണെന്ന് നമുക്ക് പിന്നീട് കഴിക്കും മനസ്സിലാണത്. എന്നൊരു തരത്തിലാണ് ഞാനത് ഞാൻ പറയാം. അല്ല, എനിക്ക് വിയോജിപ്പും എനിക്ക് പ്രശ്നവും. ഞാൻ ഒരു കല്യാണത്തിന് ശേഷം ഞാൻ പുള്ളിനെ വിളിച്ച് വീട്ടിൽ വരണം, രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞ ആള് കൂടിയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് ബിനീഷ് എന്ന വ്യക്തി എന്ന സുഹൃത്തിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പ് സംഗതി ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടുപേരുടെയും ഈഗോ ഹേർട്ടായതിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്ന് ഞാൻ അതിനുശേഷം എന്റെ മൂത്ത മോള് +2 പഠിക്കണ ഈ പോസ്റ്റ് വന്ന ശേഷം രണ്ടാമത്തെ അവള് 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക. +2 പാസ്സായിട്ട് അവള് നഴ്സിംഗിന് പോകാൻ വേണ്ടി അപേക്ഷ കൊടുത്തു നിൽക്കുക. അവക്ക് പഠിക്കാൻ പോണെങ്കിൽ പോകാൻ 1 രൂപ ഇല്ലാണ്ട് ഞാൻ എന്റെ പേഴ്സണലി നമുക്കൊരു സമ്പാദ്യം ഇല്ലാത്തതുകൊണ്ട് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് 6 ലക്ഷം രൂപ എനിക്ക് ഇപ്പോഴുണ്ട്. പലർക്കും കൊടുക്കാനുള്ളത്. അങ്ങോട്ടുള്ള റോളിങ്ങും ഒക്കെ നമ്മുടെ ജീവിത സാഹചര്യത്തിലൊന്നും പെട്ടത്. അല്ല, ഒരാളെ ഞാൻ പോലെ ഇപ്പൊ ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആളാണ്. ഒരു ചാരിറ്റി ആയിട്ട് ഒരു അനർഹമായ 1 രൂപ ഉണ്ടാക്കിയാൽ എനിക്ക് ഗതിയൊന്നും ഉണ്ടാവില്ല, ഞാൻ ചെയ്തിട്ടില്ല. രണ്ടാമത് നമുക്ക് ചാരിറ്റി ചെയ്യണത് എന്താ, അതൊരു മനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ലൈഫിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ചാരിറ്റി ചെയ്യാൻ ഇറങ്ങുന്നു, ഒരുപാട് പേരുടെ സഹായങ്ങൾ അതിന് വരുന്നു, ഇതൊക്കെ ശരിയാണ്, അതൊക്കെ ഒരു സൈഡ് മാത്രമാണ്. പക്ഷെ ഈ വിഷയം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ബർത്ത്ഡേ വിഷിൽ നിന്ന് തുടങ്ങിയതാണ്. എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെയാണ്. നിങ്ങൾ ചെയ്യേണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? നമ്മൾ എന്തായാലും ഒരു 5000 കൊടുക്കാനുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അത് കൊടുത്തതിന് ശേഷം ബിനീഷെ ആ പോസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തേക്ക്, നമുക്ക് വെറുതെ അങ്ങോട്ടും ഒരു സംസാരം വേണ്ടല്ലോ, തർക്കം വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കായിരുന്നു. അനസഖിക്ക് 2500 കോൾ വന്നെങ്കിൽ ബിനീഷിന് എത്ര കോൾ വന്നിട്ടുണ്ടാവും നമ്മൾ ചിന്തിക്കണ്ടേ? നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് കാരണം ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ ആ ഫസ്റ്റ് പോസ്റ്റ് ബർത്ത്ഡേ വിഷിന്റെ ആ പോസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്കിപ്പം അതിനുശേഷം ബിനീഷ് ആ പോസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് 2500 കോൾ വന്നെങ്കിൽ ആ ആദ്യത്തെ പോസ്റ്റിൽ ബിനീഷിന് എത്ര കോൾ വന്നിട്ടുണ്ടാവാം? ബിനീഷിന്റെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരും. കാരണം എന്താണ് കാരണം, എന്തുകൊണ്ട് അനസ് ഇങ്ങനെ? കാരണം അതിന് കാരണം നിങ്ങൾ പരസ്പരം അത്രയും സൗഹൃദത്തിലുള്ള ആൾക്കാരായിരുന്നു. ഞാൻ ബിനീഷിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ ബിനീഷിനെ എനിക്ക് മാനഹാനി വലുതായിരുന്നു. അത് ഒറ്റ കാര്യം ഇതിനകത്ത് ഇപ്പൊ അനസിക്കയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ബിനീഷിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ട്. നമ്മളത് എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ അനസിക്ക കാശ് മേടിച്ചു, അത് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല, വീണ്ടും അവധി ചോദിച്ചു, ആ അവധിക്ക് 20,000 കൊടുത്തു, പിന്നെ ഒരു 5,000 കൊടുക്കാനുണ്ട്.
അപ്പൊ അത് ആ 5000 കൊടുത്തത് ഒന്നുകിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ബിനീഷിനോട് സംസാരിച്ച് ബിനീഷ് 5000 വേണ്ട മുഴുവൻ പറയട്ടെ. ഇത് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ ആ ബർത്ത്ഡേ പോസ്റ്റ് വന്നപ്പം ബർത്ത്ഡേ പോസ്റ്റ് ബിനീഷ് ഇട്ടതല്ലല്ലോ, അനസിക തന്നെ ഇട്ടതാണ്. അപ്പൊ ബർത്ത്ഡേ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് ബിനീഷിന് ഹേർട്ടായി, ബിനീഷിന്റെ ഈഗോ ഹേർട്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബിനീഷിന് നേരെ വന്ന ചോദ്യങ്ങളായിരിക്കും ബിനീഷിനെ ഹേർട്ട് ചെയ്തത്. അതിന്റെ പേരിൽ ബിനീഷ് അതിന്റെ കാരണം ഇട്ടു. കാരണം എല്ലാവരും വിളിക്കുന്നവരുടെ എല്ലാവരോടും പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊരു കാരണം ഇട്ടു. അതിനകത്ത് 90% പൈസ തന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആ പ്രശ്നം അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷെ വീണ്ടും അനസിക്കയുടെ വീഡിയോ ആ വിഷയം എസ്കലേറ്റ് ചെയ്തു. ഞാനിപ്പോ ചോദിക്കാൻ വന്ന കാര്യം പറഞ്ഞല്ല, ബിനീഷ് ആ കാശ് കൊടുത്തായിരുന്നോ? ഈ 5000 രൂപ മുഴുവനും കൊടുത്തു. അപ്പൊ ഈ വിഷയം ഞാൻ എന്റെ കൈ കാശ് കൊടുത്തത്. എനിക്ക് എന്തൊരു സുഹൃത്തെ ഇങ്ങനെ ബിനീഷിന്റെ പോസ്റ്റ് കണ്ടപ്പോ എന്തൊക്കെ ഇങ്ങനെ വല്ല സപ്പോർട്ട് ഞാൻ പറഞ്ഞ 5000 രൂപ കൊടുക്കാണ്ട് ഞാനിപ്പോ ഇട്ടേക്കാം, പുള്ളി വന്നിട്ട് ഞാൻ ആ പൈസ ഞാനിപ്പോ നിങ്ങളെ വിളിച്ചതും അത് പറയാൻ വേണ്ടി തന്നെയാണ്. 5000 രൂപ കൊടുത്തോ കൊടുത്തില്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറയാൻ വേണ്ടി വിളിച്ചത്. എന്നിട്ട് ബിനീഷിനോട് ഞാൻ സംസാരിച്ച് ആ കാശ് ഇട്ട് കൊടുക്കാമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. പൈസ കൊടുത്തു. ഓക്കെ, ഇപ്പൊ ആലോചിക്കുക, ഈ ഒരു വിഷയം മനസ്സിക്ക് പോസ്റ്റ് ഇട്ടു, ബിനീഷ് അതിന് മറു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ തമ്മിൽ നിസാര കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു സംഗതി എഴുതി അവനെ ഒരു മോശം ഞാൻ ഇന്ന് വരാൻ പറഞ്ഞില്ല ജീവിതത്തിൽ. പക്ഷെ അത് ആ എഴുതിയതിനകത്ത് ആൾക്കാർ വായിക്കുന്നത് അങ്ങനെ ആയിരിക്കും. ലെറ്റർ ഞാൻ ചിലപ്പോ ആൾക്കാർ വ്യാഖ്യാനിക്കുന്ന അങ്ങനെ ഇരിക്കും. ഞാൻ മനസ്സിലാക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇന്ന് പറയാം ഞാൻ പറയാം, ഞാനൊരു ഒരു ടിവിയില ഒരു ചാനലുകാരിക്കാൻ ഞാനൊരു വാർത്ത കൊടുത്തിട്ടില്ല. ഞാൻ ഒരാളുടെ മുമ്പിൽ ബിനീഷിനെ മോശമാക്കിയിട്ടില്ല. എന്റെ ഭാഗത്ത് ഉണ്ടായില്ല. പിന്നെ ഞാനും മനസ്സിലാണ് ബിനീഷും. ഇതിപ്പോ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും ഈഗോ ഹേർട്ട്. അനീഷ് ഭായി, ഞാനൊരു കാര്യം അനീഷ് ഭായി ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് പറയാം. ഞാനൊരു അനീഷ് ഭായി നോക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന 2 കൊല്ലത്തിന് മുമ്പ് അറിയാം അല്ലേ? ഞാനിപ്പൊ നിലവിൽ ജീവിക്കണത് എന്നെ കാണുമ്പോൾ കുഴപ്പമില്ല. ഞാൻ പറയണേ, എന്റെ ഓട്ടോറിക്ഷ ഉപജീവന ഓട്ടോറിക്ഷ കംപ്ലൈന്റ് ആയിട്ട് 4 ദിവസം തൊട്ട് എറണാകുളത്ത് കിടക്കേ വീട്ടിലാണ്. എന്റെ ഒരു കുടുംബം എനിക്ക് സാമ്പത്തികമായിട്ടും ഞാൻ വീട് പണി ചെയ്തപ്പോ കടം വന്നു പോയി. എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അത് കൂടാണ്ട് ഈ 31-ാം തീയതി കൊച്ചിന്റെ അലോട്ട്മെന്റ് വരും. അതിന്റെ ഏറ്റവും വലിയ സൂത്രം എന്നതാ NIC കിട്ടുന്നതാ. അതിന് എന്തുമാത്രം പൈസ വേണമെന്ന് അനീഷിനൊക്കെ അറിയാം. അപ്പൊ അത്തരത്തിലുള്ള മാനസിക സംഘർഷത്തിലാണ് ഞാനൊരു ഇതെല്ലാം നമ്മുടെ കാര്യങ്ങൾ, ഞാനത് അംഗീകരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ മറ്റൊരാളിത് മനസ്സിലാക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ കാശ് കൈനീട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ സമയത്തിന് കൊടുക്കണം എന്നുള്ളത് അത് നമ്മൾ കൊടുക്കൽ വാങ്ങലിനകത്തുള്ളതാണ്. നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല. നമ്മുടെ സാഹചര്യം വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ അവധി മേടിച്ചു. അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ടും അത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ പകുതി എമൗണ്ട്, കുറച്ച് ഒരു 90% കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു വാചകം എഴുതിയിടുന്നത്. ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന് ഓർക്കണം. പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആ ഒരു വാചകം, നിങ്ങൾ ബന്ധത്തിന്റെ വില അറിയാം. അതും അത്രയും സൗഹൃദം, അത്രയും സാഹോദര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ, അങ്ങനെ ഒരു പോസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും മറ്റേ ആൾക്ക് നേരെ. അപ്പൊ നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുക ആദ്യം. നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആലോചിക്കുക. സൗഹൃദം നഷ്ടപ്പെടാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്, ഇല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം, അത് ഇടുന്നത് നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നതല്ല, പബ്ലിക്കായിട്ട് പറയുന്നതാണ്. പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അനസിക പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അനസിക ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ സാധനം കാണുകയാണ്. അത് ബിനീഷിന്റെ ഫോട്ടോ ഇട്ടിട്ട് ആ പോസ്റ്റ് ഇടുമ്പോഴേക്കും ആൾക്കാരെന്ന് വിചാരിക്കും ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമായിരിക്കും. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ബിനീഷിനെ നേർക്ക് ചോദ്യങ്ങൾ പോകുന്നത്. എന്താ നിങ്ങൾ അപ്പൊ നിരന്തരം അനസിക്കയ്ക്ക് 2500 പേര് വിളിച്ചെങ്കിൽ ബിനീഷിന്റെ ഫോണിലേക്ക് അതിനപ്പുറം ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും. കാരണം ബിനീഷ് നിൽക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട്, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്. ഒരുപാട് വലിയ ലെവൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ തീർച്ചയായിട്ടും അപ്പോൾ ബിനീഷ് അങ്ങനെ കോളുകൾ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും മറുപടി പറഞ്ഞ് മടുത്തിട്ടായിരിക്കാം ഒരു പക്ഷേ ബിനീഷ് എന്ത് ചെയ്തത്, ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഒരിക്കലും അത് മാറ്റി പറയാൻ പറ്റില്ല. 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ 2 പേരും അംഗീകരിക്കുക എന്നുള്ളതാണ്. ബിനീഷ് ഇപ്പൊ അനസിക പോസ്റ്റ് ഇട്ടപ്പോൾ ബിനീഷ് നിങ്ങൾ സൗഹൃദപരമായിട്ട് ആയിരുന്നെങ്കിൽ ബിനീഷിനെ വിളിച്ച് ചോദിക്കാമായിരുന്നു, എന്തിനാണ് ഒരു പോസ്റ്റ് ഇട്ടതെന്ന് ചോദിക്കാമായിരുന്നു. ബിനീഷ് അത് ചെയ്തില്ല. ബിനീഷ് മറുപടിയായിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ടു. അനസിക ആ പോസ്റ്റ് ഇട്ടതിന് മുമ്പ് ഒന്ന് ആലോചിക്കായിരുന്നു, അവനെ ഹേർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പറയുന്നുണ്ട്.
അപ്പൊ അവനിത് ഹേർട്ട് ചെയ്യില്ലേ, അപ്പൊ ഞാനത് ചെയ്യുന്നത് ശരിയല്ല, അവന് ബർത്ത്ഡേ വിഷ് ചെയ്യാം, ഒരു ഹാപ്പി ബർത്ത്ഡേ ഇടാം എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അനസിക്കയും അവിടെ അത് ചെയ്തില്ല. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ബിനീഷിന്റെ പോസ്റ്റ് വന്നപ്പോൾ അനസിക്ക് അത് ഹേർട്ടായി, ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അനസിക്ക് എന്ത് ചെയ്തു, വീഡിയോ ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഈഗോ ഹേർട്ട് ആകുമ്പോൾ നമ്മൾ എടുത്തുചാടി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുക. ചെറിയ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ്. ഇത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു. അത് എന്തുകൊണ്ട് അപ്പുറത്ത് ബിനീഷ് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് എന്തുകൊണ്ട് അപ്പുറത്ത് ബിനീഷ് ആയതുകൊണ്ട് ഒരു സാധാരണ വ്യക്തികൾ രണ്ടുപേരും തമ്മിലാണെങ്കിൽ ഇത് ചർച്ചയാവില്ല. ഞാൻ എന്റെ ഭാഗത്ത് തെറ്റ് ഇല്ല എന്നല്ലാതെ നിങ്ങൾ പറയണത് ശരിയല്ലെന്ന് ഞാൻ പറയണത്. ഞാൻ ബിനീഷും തമ്മിൽ വീടുമായിട്ട് വ്യത്യാസം ഒരു 10 കിലോമീറ്റർ അപ്പുറം. ബിനീഷിന് ഈ പോസ്റ്റ് കണ്ടപ്പോ അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ബിനീഷ് 25,000 രൂപ ഞാൻ പറഞ്ഞ 25,000 രൂപ കൊടുത്തതിന് ശേഷം 5,000 രൂപ തന്നിട്ടില്ല. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം വിളിച്ചു ചോദിക്കാം അല്ല, അത് അയാളുടെ മര്യാദ എന്ന് ഞാൻ പറയുള്ളൂ. അയാൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കും എന്നുള്ള നിങ്ങളോട് വിശ്വാസമുണ്ട്. അല്ല, ഇത് കേക്ക് അവിടെയാണ് നിങ്ങൾ വ്യക്തികളെ മനസ്സിലാക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 25,000 കൊടുത്തു, 5,000 കൊടുത്തില്ലെങ്കിൽ അയാൾ അത് ചോദിക്കാതിരുന്നെങ്കിൽ അത് അയാളുടെ മര്യാദയാണ്. കാരണം നിങ്ങൾ കൊടുക്കും. ഈ വിഷയത്തെ ചൊല്ലി ഇനി ഒരു പോസ്റ്റ് ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പൈസ കൊടുത്തു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. നിങ്ങൾ കേട്ടല്ലോ, ബിനീഷിന് ഈ പറയുന്ന 30,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. 3 മാസം അവധി പറഞ്ഞു, ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞ സമയത്താണ് ബിനീഷ് ഓട്ടോറിക്ഷ കൊണ്ട് വീട്ടിലിടാൻ പറഞ്ഞത്. അതിപ്പോ ആർക്കാരും ഒരു സങ്കടം വരില്ലേ? കാരണം കൂട്ടുകാരനാണ്, ആത്മാർത്ഥ സുഹൃത്തായിട്ടാണ് പറയുന്നത്, സഹോദരനായിട്ട് കണ്ടതാണ്. അതിനുശേഷം ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ലെന്ന് പറയുന്നു. എന്നിട്ടാണ് അടുത്ത 2 മാസത്തിനുള്ളിൽ ഈ 25,000 രൂപ കൊടുത്തതും പിന്നെ 5,000 രൂപ വീണ്ടും കൊടുക്കാൻ ബാക്കിയുണ്ട്. ആ 5,000 രൂപ കൊടുക്കാൻ ബാക്കിയുള്ള സമയത്താണ് അനസ് പാനാവള്ളി എന്ത് ചെയ്തത്, ഈ പറയുന്ന ബിനീഷിന്റെ ബർത്ത്ഡേക്ക് ഈ പോസ്റ്റ് ഇട്ടത്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തമ്മിൽ സംസാരിച്ച് തീർക്കാനുള്ളതിന് പകരം ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു. ഈ സൗഹൃദത്തിന്റെ, അതായത് ഇവർ തമ്മിൽ യാതൊരു സൗഹൃദവും ഇല്ല എന്ന ലെവലിൽ കാണുന്നവർക്ക് തോന്നി. ബിനീഷ് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറി. അപ്പൊ നിങ്ങൾ ആ ഓഡിയോ കേട്ടിട്ടുണ്ടാവും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു. എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി, വിളിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഓഡിയോ പബ്ലിഷ് ചെയ്യും, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഓഡിയോ പബ്ലിഷ് ചെയ്തത്. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കാരണം പൈസ അത് വാങ്ങിച്ചാൽ സമയത്തിന് കൊടുക്കാന്ന് പറയുന്നത്, നമ്മുടെ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മളെ ഒരു ആപത്തിൽ സഹായിച്ച വ്യക്തികളാണ്. അപ്പൊ അവരത് ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കുക. ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബിനീഷ് 5,000 രൂപ ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടേ ഇല്ല. അത് ബിനീഷിന്റെ നല്ല മനസ്സാണ്. അയാൾ തിരിച്ചു തരും, കിട്ടുമ്പോൾ തരും എന്ന് വിചാരിച്ച ആ ഒരു നല്ല മനസ്സോട് ചോദിക്കാത്തതാണ്. പക്ഷെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ബർത്ത്ഡേ എന്റെ സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരന് ബർത്ത്ഡേ വിഷ് നേരുന്നു എന്ന് പറഞ്ഞാൽ ബിനീഷിന്റെ മുമ്പിൽ നിങ്ങൾ ഉയരുകയാണ്. അതിന് പകരം അതിന് മുൻപായിട്ട് നിങ്ങളിട്ട ആ ഒരു വാചകം, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. സോ എന്തായാലും ഇത് പൈസയൊക്കെ കൊടുത്ത് അവസാനിപ്പിച്ചു. ഈ വിഷയം ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഈഗോയാണ് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നാവ് പലപ്പോഴും പിഴച്ചു പോകും. എനിവേ, ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.